നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരിയിൽ ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പെരുമണ്ണ് പിഷാരിക്കൽ കാർത്യാനി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിലെ പ്രതിയായ ആലുവയിൽ താമസിക്കുന്ന ഇടുക്കി സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ വിപിനുമായിട്ടാണ് കുന്നംകുളം പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ലഹരിക്കെതിരെ കൈകോർത്ത് പൗരസമൂഹം. എരുമപ്പെട്ടിയിൽ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ജാഗ്രതാ സമിതി രൂപീകരിച്ചു. പിന്തുണയുമായി CCTV ന്യൂസും. യോദ്ധാവാകാം ജേതാവാകാം എന്ന സന്ദേശവുമായി ഗുരുവായൂരിൽ നൈറ്റ് മാർച്ച്. വിവിധയിടങ്ങളിൽ ബോധവൽക്കരണങ്ങളും സജീവം. ചങ്ങരംകുളം പാവിട്ടപ്പുറത്ത് നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ഗുരുവായൂർ താമരയൂർ സ്വദേശി 56 വയസ്സുള്ള രാഘവനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കേച്ചേരി പെരുമണ്ണ് പിഷാരിക്കൽ കാർത്യാനി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിലെ പ്രതിയായ ആലുവയിൽ താമസിക്കുന്ന ഇടുക്കി സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ വിപിനുമായിട്ടാണ് കുന്നംകുളം പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഈ മാസം 18-ന് പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്രത്തിന് പുറത്തും അകത്തുമായി സ്ഥാപിച്ചിട്ടുള്ള 2 ഭണ്ഡാരങ്ങളുടെയും പൂട്ടു തകർത്ത് പണം കവരുകയും കൂടാതെ ക്ഷേത്രം ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്തുള്ള അലമാരയിൽ സൂക്ഷിച്ച പണവും വിശേഷ ദിവസങ്ങളിൽ ഭഗവതിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയുമാണ് കവർന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ക്ഷേത്രത്തിൽ നിന്നു ലഭിച്ച വിരലടയാളം പരിശോധിച്ചതിൽ നിന്ന് മോഷണ കേസുകളിൽ പ്രതിയായ വിപിനെ തിരിച്ചറിഞ്ഞിരുന്നു. മറ്റൊരു മോഷണ കേസിൽ ആലുവ പോലീസിന്റെ പിടിയിലായതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി പിഷാരിക്കൽ ക്ഷേത്രത്തിൽ നടത്തിയ മോഷണവും വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കുന്നംകുളം പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച രീതിയും മോഷണം നടത്തിയതിന്റെ വിവരങ്ങളും വിപിൻ പോലീസിനോട് വിശദീകരിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കുന്നതറിഞ്ഞ് ക്ഷേത്രത്തിലെത്തിയിരുന്നു. ചങ്ങരംകുളം പാവിട്ടപ്പുറത്ത് നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ഗുരുവായൂർ താമരയൂർ സ്വദേശി 56 വയസ്സുള്ള രാഘവനാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് അപകടം. തൃശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിക്ക് പിറകിൽ ഇതേ റോഡിൽ വന്നിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രാഘവനെ യാത്രക്കാർ ചേർന്ന തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചങ്ങരംകുളം പോലീസ് അപകട സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ കൈകോർത്ത് എരുമപ്പെട്ടി ജാഗ്രതാ സമിതി. പിന്തുണയുമായി CCTV ന്യൂസും. ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയുടെയും മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ക്ഷേത്ര കമ്മിറ്റികളെയും വായനശാല, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പ്രസ് ക്ലബ്ബ്, ആക്സ്, സ്കൂൾ PTA, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയ സംഘടനകളെ ഉൾപ്പെടുത്തിയാണ് ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. CCTV ന്യൂസ് ചാനലും ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമുണ്ട്. ചടങ്ങിന് ജാഗ്രതാ സമിതി ചെയർമാൻ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. എരുമപ്പെട്ടി മഹല്ല് പ്രതിനിധി ബഷീർ അഷ്റഫി, നെല്ലുവായ് മുല്ലയ്ക്കൽ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ജൂനിയർ ഓഫീസർ PV ഹരികൃഷ്ണൻ എന്നിവർ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, സതി മണികണ്ഠൻ, എരുമപ്പെട്ടി SI KV ജോണി, മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ്, ഫൊറോന പള്ളി ട്രസ്റ്റി MV ഷാൻഡോ, വായനശാല പ്രസിഡന്റ് KM അഷ്റഫ്, ആക്സ് പ്രസിഡന്റ് കാവിൽ നാരായണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, BJP പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജോൺസൺ ചുങ്കത്ത്, പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് KK മാത്യു, മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ഫസലു റഹീം, PTA SMC പ്രസിഡന്റുമാരായ PT സുശാന്ത്, ബിജു ജോർജ്, VS ശ്രീജൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ജനറൽ മാനേജർ സിൻഡോ ജോസ്, ഓപ്പറേറ്റർമാരായ മനോജ്, പ്രദീപ്,
ജാഗ്രതാ സമിതി വൈസ് ചെയർമാൻ KA ഫരീദ് അലി, ജോയിന്റ് കൺവീനർ MA ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. ജാഗ്രതാ സമിതി കൺവീനർ MV ബാബു മാസ്റ്റർ സ്വാഗതവും ട്രഷറർ റഷീദ് എരുമപ്പെട്ടി നന്ദിയും പറഞ്ഞു. CCTVയുടെ നേതൃത്വത്തിൽ അഭിനയ G ആർട്സ് അവതരിപ്പിച്ച കുട എന്ന ലഘുനാടകവും അരങ്ങേറി. പെരുമഴയായി നമുക്ക് നേരെ പെയ്തിറങ്ങുമ്പോ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യില് ഒരു കൊട വേണം. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാറും ഇഫ്താർ സംഗമവും നടത്തി. പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് മുത്തുണ്ണി ഹാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കടൻ മുഖ്യാതിഥിയായി. ട്രെയിനർ അക്ബർ അലി ലഹരി വിരുദ്ധ സെമിനാറിന് നേതൃത്വം നൽകി. KPCC ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിസ് വടക്കൻ, ജില്ലാ സെക്രട്ടറി ജമാൽ, പ്രവാസി കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് ഗാദർ മോൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് പോൾസൺ, യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. KPCC ജില്ലാ സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ജബീർ നാലകത്ത് സ്വാഗതവും മണ്ഡലം സെക്രട്ടറി CS അലി നന്ദിയും പറഞ്ഞു. ലഹരി വിപത്തിനെതിരായി യോദ്ധാവാകാം ജേതാവാകാം എന്ന സന്ദേശവുമായി ബ്രദേഴ്സ് ക്ലബ് തിരുവെങ്കടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ നൈറ്റ് മാർച്ച് നടത്തി. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ഗുരുവായൂർ ACP TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. ബ്രദേഴ്സ് ക്ലബ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷനായി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ ദേവിക ദിലീപ്, VK സുജിത്ത, KPA റഷീദ്, ക്ലബ് സെക്രട്ടറി രവി കാഞ്ഞുള്ളി, മേഴ്സി ജോയ്, ശ്രീദേവി ബാലൻ, K നന്ദകുമാർ, KT സഹദേവൻ, PI ലാസർ എന്നിവർ സംസാരിച്ചു. ദീപശിഖയുമായി ഗുരുവായൂർ നഗരം ചുറ്റി സമാപിച്ച മാർച്ചിന് V മുരളീധര കൈമൾ, രാജീവ് മോഹനൻ, രമ്യ വിജയകുമാർ, ഹിമ അനിൽ, ശശി വാർനാട്ട്, ചന്ദ്രൻ ചങ്കത്ത്, NK ആൻഡോ, രഘു മൂത്തേടത്ത്, ധന്യ ഗോപൻ എന്നിവർ നേതൃത്വം നൽകി. നിങ്ങളുടെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള കൂട്ടായ്മയുടെ ആശയം തീർച്ചയായിട്ടും നിങ്ങളിന്ന് സമൂഹം ഏറ്റെടുത്തിട്ടുള്ള പൊതു ആശയത്തിൻ്റെ ഭാഗമാണ്. എന്നതിനപ്പുറത്തേക്ക് ഒരു പരിധിവരെ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ ഇവർ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു പരിധിവരെ ഒരു സാധാരണക്കാരന് സാധിക്കില്ല എന്നതാണ്. പക്ഷേ കൂട്ടായ പ്രയത്നത്തിലൂടെ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന പയ്യൂർക്കാവ് ദേശം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പയ്യൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പയ്യൂർക്കാവ് ദേശം ഉത്സവാഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ സജീവ് കുമാർ അധ്യക്ഷനായി. CV പ്രജനീഷ്, K ജയരാജ്, സുരേഷ് കൃഷ്ണ, രാധാകൃഷ്ണൻ, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ വിപത്തായ മയക്കുമരുന്നിന്റെ ലഹരിയിൽ നിന്ന് വിമുക്തമായ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ കളിച്ചു വളരട്ടെ എന്ന പേരിലുള്ള ക്യാമ്പയിന്റെ ഭാഗമായുള്ള സ്പോർട്സ് കിറ്റ് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ കുട്ടികൾക്ക് വിതരണം ചെയ്തു. പട്ടിക്കര ചലഞ്ചേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറയും ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. കേച്ചേരി അല്ലമിൻ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. മുരളി പെരുന്നെല്ലി MLA, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങൾ, ക്ലബ്ബ് പ്രസിഡന്റ് അഷ്കർ പട്ടിക്കര, സെക്രട്ടറി ഫാറൂഖ്, ട്രഷറർ സുനീർ, പ്രോഗ്രാം ഓഫീസർ സുഫീർ എന്നിവർ സമൂഹ നോമ്പുതുറയിൽ സംബന്ധിച്ചു. ലഹരിക്കെതിരെ LDF പുന്നൂർക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. EK നിഷാറിന്റെ അധ്യക്ഷതയിൽ ആൾത്തറ സെന്ററിൽ നടന്ന മനുഷ്യച്ചങ്ങല പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് ഓഫീസർ ധനുഷ് ബോധവൽക്കരണം നയിച്ചു. V അപ്പു മാസ്റ്റർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ജാസ്മിൻ ഷഹീർ സംസാരിച്ചു. KS ഭാസ്കരൻ സ്വാഗതവും CD ചിത്രാംഗതൻ നന്ദിയും പറഞ്ഞു.
മറ്റു വാർത്തകൾ. എരുമപ്പെട്ടി നെല്ലുവായി സെന്ററിന് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്ക്. മുരിങ്ങത്തേരി സ്വദേശികളായ വടക്കോട്ടുപറമ്പിൽ വീട്ടിൽ ഷജിൽ, മുരിങ്ങത്തേരി വീട്ടിൽ നവി എന്നിവർക്കാണ് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 12:30യോടുകൂടിയായിരുന്നു അപകടം. പരിക്കേറ്റ രണ്ടുപേരെയും എരുമപ്പെട്ടി എക്സ് ആംബുലൻസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ BJPയെ ഒഴിവാക്കിയ EDയുടെ രാഷ്ട്രീയ പ്രേരിത നിലപാടുകൾക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഹോച്ച്മിൻ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി. NK അക്ബർ MLA, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, ഷൈനി ഷാജി എന്നിവർ സംസാരിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ നവാഭിഷിക്തനായ ശ്രേഷ്ഠ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായി തപാൽ വകുപ്പ് പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. കോഴിക്കോട് ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയാണ് സ്റ്റാമ്പ് പുറത്തിറക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത്. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സീനിയർ പോസ്റ്റ് മാസ്റ്റർ P. പ്രമോദ് കുമാറിൽ നിന്ന് ഏറ്റുവാങ്ങിയ പോസ്റ്റൽ സ്റ്റാമ്പ് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പ്രകാശനം ചെയ്തു. യാക്കോബായ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ബേസിൽ T. ഏലിയാസ് തൊണ്ടലിൽ മേയറിൽ നിന്ന് സ്റ്റാമ്പ് സ്വീകരിച്ചു. ചടങ്ങിൽ പബ്ലിക് റിലേഷൻസ് ഇൻസ്പെക്ടർമാരായ C. ഹൈദരാലി, K. സുജിലേഷ്, പോസ്റ്റ് ഫോറം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പഴാതിലുണ്ടായിരുന്ന വായിക്കാവുന്ന പുസ്തകമാണ്. DS രാമചന്ദ്രൻ പറഞ്ഞ ഒരു ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിനിൽ അതിന് ശരിക്കും പറയുന്നുണ്ട്, ബ്രെയിനിൽ ഒരു ഗോഡ് എന്നൊരു സ്പോട്ട്, അതായത് അതിങ്ങനെ അതായത് ഈ പ്രപഞ്ച ശക്തിയിലേക്ക് ലയിച്ചു പോകാനുള്ള ഒരു കഴിവ് മനുഷ്യരുടെ ബ്രെയിനിൽ ചിലത് ആക്ടിവേറ്റഡ് ആവുമ്പോൾ അവർ കൂടുതൽ ഇങ്ങനെ ഭക്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാറുകയാണ്. ഞാൻ ചടങ്ങല്ല പറയുന്നത്, മനസ്സാ പറയുന്നത്, പുറമേക്ക് കാണിക്കുന്നല്ല പറഞ്ഞത്, മാനസികമായിട്ടുള്ളൊരവസ്ഥയെ കുറിച്ചാണ്. മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കുന്നംകുളം നഗരസഭയിൽ ശുചിത്വ പ്രഖ്യാപനം നടന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ശുചിത്വ പ്രഖ്യാപന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SC/ST കമ്മീഷൻ അംഗം TK വാസു ശുചിത്വ പ്രഖ്യാപനവും ആദരവും നടത്തി. അജൈവ മാലിന്യ ശേഖരണത്തിൽ 100% യൂസർ ഫീ കളക്ഷൻ നേട്ടം കൈവരിച്ച 32 വാർഡുകളെയും 80%-ലധികം യൂസർ ഫീ കളക്ഷൻ നേടിയ 3 വാർഡുകളിലെയും കൌൺസിലർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു. ശുചിത്വ നിലവാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആശുപത്രിയായി തെരഞ്ഞെടുത്ത യൂണിറ്റി ആശുപത്രി, മികച്ച ഫ്ളാറ്റ് സമുച്ചയമായി തെരഞ്ഞെടുത്ത അജന്ത ഐലൻഡ്, മികച്ച സ്കൂൾ സെന്റ് മേരീസ് GHSS ചൊവ്വന്നൂർ, മികച്ച വ്യാപാര കേന്ദ്രം V-കെയർ, മികച്ച ധനകാര്യ സ്ഥാപനം വടക്കാഞ്ചേരി റോഡിലെ SBI ബാങ്ക്, മികച്ച സർക്കാർ സ്ഥാപനം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എന്നിവർക്കും പുരസ്കാരങ്ങൾ നൽകി. 2 വർഷം തുടർച്ചയായി യൂസർ ഫീ കളക്ഷൻ 100% നേട്ടം തുടരുന്ന വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് നേതൃത്വം നൽകുന്ന വാർഡ് 5 വൈശ്ശേരിയെയും ആ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും പ്രത്യേകം ആദരിച്ചു. കേരള ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ വാർഡായി മാറി വൈശ്ശേരി. കുന്നംകുളം നഗരസഭയുടെ മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന, ഹരിത ചകിരി ഡിഫൈബറിംഗ് യൂണിറ്റ്, സമത ജൈവവള ഉൽപാദന യൂണിറ്റ് തുടങ്ങിയവയിലെ എല്ലാ അംഗങ്ങൾക്കും നഗരസഭ ഉപഹാരങ്ങൾ നൽകി. നഗരസഭാ ആരോഗ്യ സ്ഥിരകാര്യ സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, പ്രിയ സജീഷ്, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, ക്ലീൻ സിറ്റി മാനേജർ G. സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നഗരസഭാ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ശുചിത്വ വിളംബര റാലി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭയിൽ നിന്നും ആരംഭിച്ച ടൗൺ ഹാളിൽ സമാപിച്ച വർണ്ണാഭമായ റാലിയിൽ നഗരസഭയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭാ പരിധിയിൽ ശുചിത്വ നിലവാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആശുപത്രിയായി യൂണിറ്റി ആശുപത്രിയെ തെരഞ്ഞെടുത്തു. ആശുപത്രിയിൽ നടപ്പാക്കിയ വിവിധങ്ങളായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളും ശുചിത്വ പ്രവർത്തനങ്ങളെ മികവും പരിഗണിച്ചാണ് ഈ അംഗീകാരം. മാലിന്യമുക്ത നവകേരളം ശുചിത്വ പ്രഖ്യാപന ചടങ്ങിൽ സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു പുരസ്കാരം സമ്മാനിച്ചു. യൂണിറ്റി ഹോസ്പിറ്റൽ മാനേജർ സുമേഷ് P. നായർ ഉപഹാരം ഏറ്റുവാങ്ങി. കടങ്ങോട് മണ്ടംപറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പ് നൽകി. PTA പ്രസിഡന്റ് ജസീന അധ്യക്ഷയായി. പ്രധാനാധ്യാപിക PM സാജിദ, രക്ഷിതാക്കളായ സന്ധ്യ, ദേവി, രേഷ്മ എന്നിവർ സംസാരിച്ചു. കേക്ക് മുറിച്ചാണ് യാത്രയയപ്പ് നൽകിയത്. രക്ഷിതാക്കളുടെ സംഭാവനയായി സ്കൂളിലേക്ക് വുഡൻ ഷെൽഫ് നൽകി. ലഹരിക്കെതിരെ ജാഗരൂകരായിരിക്കണമെന്ന് കുട്ടികളോട് അധ്യാപകർ പറഞ്ഞു.
മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായുള്ള തീം സോങ്ങിന്റെ പ്രകാശനം നടന്നു. ഫൊറോന ദേവാലയ അങ്കണത്തിൽ സജ്ജമാക്കിയ തിരുനാൾ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷിക്ക് നൽകിക്കൊണ്ട് തീം സോങ് പുറത്തിറക്കി. PC സിജോ മാഷാണ് തീം സോങ്ങിന്റെ വരികൾ എഴുതി ഈണം നൽകിയത്. ജോസി അറയ്ക്കൽ സംഗീത സംവിധാനം നിർവഹിച്ചു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ്, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PS സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, പ്രതിനിധി യോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി, തിരുനാൾ കമ്മിറ്റി ജോയിന്റ് ജനറൽ കൺവീനർ CJ ആൽബർട്ട്, മീഡിയ കമ്മിറ്റി കൺവീനർ ജിമ്മി ജോസഫ്, ജോയിന്റ് കൺവീനർ ജസ്റ്റിൻ ഡേവിഡ്, മറ്റ് കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മെയ് 2, 3, 4, 5, 6 തീയതികളിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം. കാളികാപീഠം ജുന അഗാഡയുടെ കേരളത്തിൽ നിന്നുള്ള പ്രഥമ മഹാമണ്ഡലേശ്വർ പരംപൂജ്യ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിനെ ഗുരുവായൂരിൽ പൗരാവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മമ്മിയൂർ മഹാദേവ ക്ഷേത്ര പരിസരത്ത് നിന്നും വാദ്യഘോഷങ്ങളുടെയും താലപ്പുലിയുടെയും അകമ്പടിയോടെ സ്വാമിജിയെ സ്വീകരിച്ച് മമ്മിയൂർ സായി മന്ദിരത്തിലെ സത്സംഗ വേദിയിലെത്തിച്ചു. തുടർന്ന് നടന്ന സത്സംഗത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരെ സ്വാമിജിയുടെ കയ്യൊപ്പോടുകൂടിയ മംഗളപത്രം നൽകി ആദരിച്ചു. നിരവധി ഭക്തർ അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ച് അനുഗ്രഹം നേടി. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, മുൻ ചെയർമാൻ മോഹൻദാസ് ചേർനാട്ട്, GNSS കേരള പ്രസിഡന്റ് IP രാമചന്ദ്രൻ, KK സുമേഷ് കുമാർ, PS പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു. കൊടകര കുഴൽപ്പണക്കേസിൽ BJP ഒഴിവാക്കിയ EDയുടെ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകൾക്കെതിരെ CPM അള്ളൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി. പൂവത്തൂരിൽ നടന്ന പ്രതിഷേധ സമരം ജില്ലാ കമ്മിറ്റി അംഗം AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ, VN സുർജിത്ത്, VG സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, ഗീതാ ഭരതൻ, ഷീജ രാജീവ്, BR സന്തോഷ് എന്നിവർ സംസാരിച്ചു. നല്ല വീട് നല്ല നാട് ചേലോടെ എന്ന മുദ്രാവാക്യമുയർത്തി വരവൂർ മാലിന്യമുക്ത പഞ്ചായത്തിന്റെ പ്രഖ്യാപനം ചേലക്കര MLA UR പ്രദീപ് നിർവഹിച്ചു. വരവൂർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ നിഖിൽ, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP കൃഷ്ണകുമാർ എന്നിവർ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബി, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, TA ഹിദായത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P പ്രീതി എന്നിവർ സംസാരിച്ചു. ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് അതിനെ നിർവചിക്കാം. ഒന്ന് നല്ല ലഹരി, മറ്റൊന്ന് ചീത്ത ലഹരി. എന്താണ് ചീത്ത ലഹരി എന്ന് നമുക്ക് നോക്കാം. നല്ല ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുസ്തകം വായന ഒരു നല്ല ലഹരിയാണ്, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാൻ പോവുക അതൊരു നല്ല ലഹരിയാണ്. അതിന് മറുവശമായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ശുചിത്വ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു തുടർ പ്രവർത്തനമാണ്. ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തുടർന്നും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഏറ്റെടുത്താൽ മാത്രം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം. ഇത് പക്ഷേ ജീവിതമാണ്. അതിന് പെട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് MDMA, കഞ്ചാവ് പോലുള്ള ലഹരികൾ. പണ്ട് മദ്യപാനം ഉണ്ടായിരുന്നു, അതൊന്നും അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് വന്നതോടുകൂടി
നമ്മുടെ യുവതലമുറ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട്. അത് കേരളം എന്ന തല ഉയർത്തി പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം നേരിട്ട ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ കേരളം ഉണ്ടായത് അടുത്തടുത്ത് ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ, പ്രളയമാവട്ടെ, കോവിഡ്. മാലിന്യമുക്ത കേരളത്തിനായി കൈകോർക്കാമെന്ന മുദ്രാവാക്യത്തിൽ CPM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആളൂർപ്പുഴയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. പാർട്ടി പ്രവർത്തകരുടെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടുകൂടി നടന്ന ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം C. അംബികേശൻ നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം N. A. ബാലചന്ദ്രൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KS. ദിലീപ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ റൻസൺ തോമസ്, EV. മജ്നു, PS. നിഷാദ്, KA. കബീർ, VV. തിലകൻ, ശരത് രാമനുണ്ണി, KM. ജിജിൽ, കർഷക സംഘം മറ്റം മേഖലാ പ്രസിഡന്റ് KJ. ബിജു, ആർട്ടിസാൻസ് യൂണിയൻ പ്രസിഡന്റ് സുരേന്ദ്രൻ, സണ്ണി തിരുത്തി എന്നിവർ സംസാരിച്ചു. സാമൂഹ്യവിരുദ്ധർ സ്ഥിരമായി അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളുന്ന പ്രദേശമാണ് CPIM പ്രവർത്തകർ ചേർന്ന് വൃത്തിയാക്കിയത്. 100ഓളം പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. അഞ്ഞൂർ JM-LP സ്കൂൾ 86-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാ ദിനാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ പുഷ്പ മുരളി അധ്യക്ഷയായി. സ്റ്റാഫ് സെക്രട്ടറി ധനലക്ഷ്മി VC റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻഡോമെന്റ് വിതരണവും ഫോട്ടോ അനാച്ഛാദനവും നടന്നു. OSA വൈസ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, PTA പ്രസിഡന്റ് വിദ്യ സുജിത്ത്, MPTA പ്രസിഡന്റ് ജിനിത ദിലീപ്, റിട്ടയർഡ് അധ്യാപിക തങ്കം ഈപ്പൻ, റിട്ടയർഡ് പ്രധാന അധ്യാപിക കൊച്ചു ത്രേസ്യ എന്നിവർ പങ്കെടുത്തു. വിരമിക്കുന്ന അധ്യാപിക K. ഇന്ദിരാകുമാരി മറുപടി പ്രസംഗം നടത്തി. പ്രധാന അധ്യാപകൻ PB മെഷീലാൽ സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി ഗിൽഷ KB നന്ദിയും പറഞ്ഞു. കലാവിരുന്നുമുണ്ടായി. ആസാദ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ 56ാമത് തിമിര ശസ്ത്രക്രിയ നേത്ര പരിശോധനാ ക്യാമ്പ് വട്ടമ്പാടം റോസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. തെരഞ്ഞെടുക്കപ്പെടുന്ന അർഹരായ രോഗികൾക്ക് തിമിരത്തിനുൾപ്പെടെയുള്ള എല്ലാത്തരം ശസ്ത്രക്രിയകളും സൗജന്യമായി ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുന്നംകുളം വടക്കേക്കാട് പുന്നിയൂർക്കുളം മേഖലയിൽ നിന്നായി കൂടുതൽ പേർ സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് അപേക്ഷിച്ചതിനാൽ ഈ മേഖലകളിൽ കൂടുതൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമൂഹത്തിൽ ലഹരി ഉണ്ടാക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾക്കെതിരെ ആസാദ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ജില്ലയിലാകെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. പുന്നൂർ പഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചടങ്ങിൽ NK അക്ബർ MLA പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച സമ്പൂർണ്ണ ശുചിത്വ അംഗൻവാടി, മികച്ച സർക്കാർ സ്ഥാപനം, സ്വകാര്യ സ്ഥാപനം, വ്യാപാര സ്ഥാപനം, സമ്പൂർണ്ണ ശുചിത്വ വിദ്യാലയം, മികച്ച ഹരിതകർമ്മസേന കൺസോർഷ്യം, 20 വാർഡുകളിലെയും മികച്ച ശുചിത്വ ഭവനങ്ങൾ എന്നിവർക്കുള്ള അവാർഡ് ദാനവും നടന്നു. മാലിന്യ നിക്ഷേപം കണ്ടെത്തി പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത വിശിഷ്ട വ്യക്തികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മികച്ച CDS, റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്നിവരെയും അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മാലിന്യ പരിപാലനം സംബന്ധിച്ച് തൽസ്ഥിതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഡ്രൈവർമാർ, ക്ലീൻ പുന്നയൂർ തൊഴിലാളികൾ എന്നിവർക്ക് സ്നേഹോപഹാരം സമ്മാനിച്ചു. കുട്ടികളുടെ ഹരിതസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച GFUP മന്ദലാംകുന്ന്, ADLP കുരഞ്ഞിയൂർ എന്നീ വിദ്യാലയങ്ങൾക്ക് പ്രത്യേക പുരസ്കാരം നൽകി. വിദ്യാർത്ഥികളുടെ മാലിന്യമുക്ത കലാപരിപാടികളുണ്ടായി. ജനപ്രതിനിധികൾ, അങ്കണവാടി അധ്യാപകർ, സഹായികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, പൊതുജനങ്ങൾ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ മാലിന്യ പരിപാലനത്തിന്റെ പ്രവർത്തന വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി VV ഗണപതി നന്ദിയും പറഞ്ഞു. പുന്നൂർക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2024-2025 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. ആൽത്ര ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷനായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, മെമ്പർമാരായ സജിത ജയൻ, ഇന്ദിരാ പ്രബലൻ, അനിത ധർമ്മൻ, ശോഭ പ്രേമൻ, അബു താഹിർ, ഷംസു, അജിത ഭരതൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തിൽ മൂസ സ്വാഗതവും ICDS സൂപ്പർവൈസർ KK സിന്ധു നന്ദിയും പറഞ്ഞു. വിവിധ വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 114 പേർക്കാണ് കട്ടിലുകൾ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 3,05,300 രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് 46,184 രൂപയും പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് 1,15,030 രൂപയും ഉൾപ്പെടെ 4,66,784 രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. കടങ്ങോട് പഞ്ചായത്ത് 2ാം വാർഡ് നെല്ലിക്കുന്ന് പരപ്പ് പള്ളിമേപ്പുറം മേഖല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. 13,70,000 രൂപ അടങ്കൽ തുക ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. വാർഡ് മെമ്പർ ഗഫൂർ കടങ്ങോട് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രമണി രാജൻ, ബീന രമേശ്, TP ലോറൻസ്, മെമ്പർമാരായ ടെസ്സി ഫ്രാൻസിസ്, KR സിമി, രമ്യ ഷാജി എന്നിവർ സംസാരിച്ചു. പദ്ധതി കൺവീനർ KH സുലൈമാൻ സ്വാഗതവും VE അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 8ാം വാർഡിൽ KVP കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. കല്ലായിൽ റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശാരി ശിവൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാനും വാർഡംഗവുമായ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റെനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, ശരത് രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിന്ന് 5.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ പ്രദേശവാസിയായ സെയ്താലിയെ ചടങ്ങിൽ ആദരിച്ചു. പാലയൂർ ആലപ്പാട്ട് വൈലി ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെയും ഭഗവതിയുടെയും പ്രതിഷ്ഠാദിനം നടന്നു. ഉപദേവന്മാരായ മുത്തപ്പൻ, വീരഭദ്രൻ, ഗണ്ഡാകർണൻ, ഗുളികൻ എന്നിവരുടെയും നാഗപ്രതിഷ്ഠയും ഉണ്ടായി. രാവിലെ ക്ഷേത്രത്തിൽ നിർമ്മാല്യം, കലശാഭിഷേകം എന്നിവയ്ക്ക് അനൂപ് ശാന്തി നേതൃത്വം നൽകി. ഞായറാഴ്ച വൈകിട്ട് ഒരുമനിയൂർ കോറോട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് താലം വരവും വൈശാഖ പള്ളിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ 51 പേരുടെ പാണ്ടിമേളവും നടക്കും. പുലർച്ചെ നടക്കുന്ന ഗുരുതി പൂജയോടെ 4 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാകും. പറക്കാട് ഗ്രാമത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നമനത്തിനായി രൂപം നൽകിയ പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ 15ാം വാർഷികത്തിന്റെ ഭാഗമായി ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. പറക്കാട് ചേലൂർക്കുന്ന് അയ്യപ്പസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ഗ്രാമോത്സവം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവും കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകണമേ എന്നാണ് തുടങ്ങിയത്. ഈ വലിയ ഒരു നന്മ 15 വർഷമായി പരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തരത്തിലുള്ള വർഗീകരണവും ഇല്ലാതെ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു നന്മ കാണുവാൻ ഞാൻ അടങ്ങുന്ന ലോകത്തിന് കണ്ണുണ്ടാവണേ എന്ന് ഈ ഒരു നാട് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പരമേശ്വരൻ തച്ചങ്കുളം അധ്യക്ഷനായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാളം വിഭാഗം അധ്യാപകനും കവിയുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പറക്കാട് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങൾക്കായി അമല ഹോസ്പിറ്റലിൽ ഒരുക്കുന്ന ഹെൽത്ത് കവറേജ് പദ്ധതിയുടെ ഉദ്ഘാടനം അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ നിർവഹിച്ചു. പദ്ധതിയെക്കുറിച്ച് അമല ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ വിശദീകരിച്ചു. പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിദ്ധീകരണമായ മുക്കുറ്റിയുടെ പ്രകാശനം BK ഹരിനാരായണൻ നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ഷാലി ചന്ദ്രശേഖരൻ, വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി PS സുഷീർ, ട്രഷറർ VU ചന്ദ്രൻ, ഷാജി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. പറക്കാട് ഗ്രാമത്തിൽ നിന്നും സാമൂഹിക വിദ്യാഭ്യാസ ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച പറക്കാട് നിവാസികളെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിനെ തുടർന്ന് തൃശൂർ ജനനയനയുടെ നേതൃത്വത്തിൽ നാടൻ കലകളും പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും കോർത്തിണക്കിയ ഫോക്ക് ഈവ് അരങ്ങേറി. ചാലിശ്ശേരി ജനമൈത്രി പോലീസും ജാഗ്രതാ സമിതിയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇഫ്താർ വിരുന്നൊരുക്കി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ R കുമാർ
ഇഫ്താർ സന്ദേശം നൽകി. സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും നന്മയാണ് ഇഫ്താർ നൽകുന്ന സന്ദേശമെന്ന് SHO പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ S. ശ്രീലാൽ, കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ T. അരവിന്ദാക്ഷൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ KJ ജയൻ, PR രാജേഷ്, KS ഗിരീഷ് കുമാർ, ബീറ്റ് ഓഫീസർമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ജാഗ്രതാ സമിതി അംഗങ്ങളും പങ്കെടുത്തു. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ അബ്ദുൽ കരീം, R. സജിത, ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ തങ്ങൾ, സുരേഷ്, സജീവൻ, സുനിത, സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ 2025 നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും പെരുന്നാൾ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളറക്കാട് മുക്കരേക്കത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ ഗഫൂർ കടങ്ങോട് അധ്യക്ഷനായി. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായി. ലീഗ് സംസ്ഥാന സമിതി അംഗം MP കുഞ്ഞിക്കോയ തങ്ങൾ ശിഹാബ് തങ്ങൾ അനുസ്മരണവും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. ലീഗ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KC മൊയ്തുട്ടി റിലീഫ് കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. DCC സെക്രട്ടറി VK രഘുസ്വാമി, ലീഗ് ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം, ഗഫൂർ പള്ളിക്കുളം, ഷറഫ് പന്നിത്തടം, സജീവ് ചാത്തനാത്ത്, KC ഹംസ, MK അലവി മാസ്റ്റർ, VC അഷ്റഫ്, സ്വാബിർ കടങ്ങോട്, നൌഷാദ് തെക്കുമറി, ജുറൈജ് വാഫി, നിഷാദ് ദാരിമി, TA മുസ്തഫ എന്നിവർ സംസാരിച്ചു. CPM നേതൃത്വത്തിൽ പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് പരിസരവും ശുചീകരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KR ബിനോഷ്, PC ചന്ദ്രൻ, മിൻഡോ റെനി, VC ഷാജൻ, യദു കൃഷ്ണ, PM അലി, PTA പ്രസിഡന്റ് സാബു ഐനൂർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിത്തടം അസയ്യിദ് മുഹമ്മദ് കൊച്ചുകോയ തങ്ങൾ അൽ അജ്റൂസ് എഡ്യൂക്കേഷണൽ ഹെൽത്ത് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായം SKSF സഹചാരി സെന്ററിന് കൈമാറി. ചടങ്ങിൽ SSK ട്രസ്റ്റ് ചെയർമാൻ സയ്യിദ് ഹാരിസ് തങ്ങൾ അൽ ഐദ്രൂസ്, ജനറൽ സെക്രട്ടറി സയ്യിദ് ഷബീൽ തങ്ങൾ അൽ ഐദ്രൂസ്, ട്രഷറർ സയ്യിദ് ഷിഹാബ് തങ്ങൾ അൽ ഐദ്രൂസ്, രക്ഷാധികാരി സയ്യിദ് ഫൈസൽ തങ്ങൾ, SSKS നേതാക്കളായ റഫീഖ് ഫൈസി പന്നിത്തടം, അനസ് ഫൈസി മരത്തങ്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തൂമ്പിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠ തിങ്കളാഴ്ച രാവിലെ 7-നും 9-നും ഇടയിൽ നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം പാതിരാകുന്നത്തുമന സുരേഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് സർപ്പബലി ഉണ്ടാകും. അന്നദാനവും ഉണ്ടായിരിക്കും. ചർമ്മം മറ്റം ചേലൂർ പൊന്നരാശ്ശേരി ശേഖരൻ ഭാര്യ യശോദ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രേമലത, റിട്ടയർഡ് അധ്യാപിക ഷഗി, സുരേഷ് ബാബു എന്നിവർ മക്കളാണ്. കുന്നംകുളം കൊങ്ങണൂർ പുതുക്കുളങ്ങര അമ്മണിയമ്മ നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതനായ വീരത്തേതിൽ മാധവൻ നായർ ഭർത്താവാണ്. കല്യാണിക്കുട്ടി, രാമകൃഷ്ണൻ, ചന്ദ്രമോഹനൻ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കുണ്ടന്നൂർ മുരിങ്ങത്തേരി പരേതനായ അന്തോണിയുടെ മകൻ കുര്യാക്കോസ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം കുണ്ടന്നൂർ കർമ്മലമാത പള്ളി സെമിത്തേരിയിൽ നടന്നു. അഡ്വക്കേറ്റ് അജി, അജിത എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് ഒറ്റപ്പിലാവ് കണിശത്ത് പറമ്പിൽ ദാമോദരൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. റിട്ടയർഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ജോയിന്റ് രജിസ്ട്രാർ ജനറലായിരുന്നു പരേതൻ. സംസ്കാരം ചെറുതുരുത്തി ശ്മശാനത്തിൽ നടന്നു. ശാരദ ഭാര്യയും നന്ദകുമാർ, പരേതയായ നന്ദിനി, ദേവാനന്ദ് എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി പഴവൂർ തെക്കേക്കര പാടത്ത് വളപ്പിൽ പരേതനായ കോതയുടെ മകൻ ഗോപാലകൃഷ്ണൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൗസല്യ ഭാര്യയും ഗോപിക മകളുമാണ്. ചൊവ്വനൂർ മുതിരംപറമ്പത്ത് മാധവൻ നിര്യാതനായി. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. തങ്കമണി ഭാര്യയും സുരേഷ്, സുമ, ഷീജ എന്നിവർ മക്കളുമാണ്. കാണിയാമ്പാൽ ചെമ്മണ്ണൂർ പരേതനായ കുഞ്ഞുമോൻ മകൻ ബാലകൃഷ്ണൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. അമ്മണി മാതാവും പരേതയായ പത്മനി ഭാര്യയുമാണ്. ബിനു കൃഷ്ണ, ഗോകുൽ കൃഷ്ണ എന്നിവർ മക്കളാണ്. സംസ്കാരം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേച്ചേരിയിൽ ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തിയാനി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസ് സംഭവത്തിലെ പ്രതിയായ ആലുവയിൽ താമസിക്കുന്ന ഇടുക്കി സ്വദേശി വലിയപറമ്പിൽ വീട്ടിൽ വിപിനുമായിട്ടാണ് കുന്നംകുളം പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ലഹരിക്കെതിരെ കൈകോർത്ത് പൗരസമൂഹം. എരുമപ്പെട്ടിയിൽ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ജാഗ്രതാ സമിതി രൂപീകരിച്ചു. പിന്തുണയുമായി CCTV ന്യൂസും. യോദ്ധാവാകം ജേതാവാകം എന്ന സന്ദേശവുമായി ഗുരുവായൂരിൽ നൈറ്റ് മാർച്ച്. വിവിധയിടങ്ങളിൽ ബോധവൽക്കരണങ്ങൾ സജീവം.
ചങ്ങരംകുളം പാവിട്ടപ്പുറത്ത് ചരക്ക് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ഗുരുവായൂർ താമരയൂർ സ്വദേശി 56 വയസ്സുള്ള രാഘവനാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.